സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഐക്യരാഷ്ട്രസഭ ആസ്ഥാന മന്ദിരം, പാലസ് ഡെസ്റ്റിനേഷൻസിന്റെ പച്ചപ്പ് നിറഞ്ഞ ഉദ്യാനം, അരിയാന പാർക്കിൽ പുതിയ അതിഥികളെത്തിയിരിക്കുകയാണ്. ഇന്ത്യ നൽകിയ സമ്മാനമാണ് ഈ അതിഥികൾ, 5 മയിലുകൾ. കേവലം ഒരു സാംസ്കാരിക സമ്മാനം എന്നതിനപ്പുറം അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ ഇന്ത്യ തങ്ങളുടെ സാന്നിധ്യം എത്രത്തോളം മനോഹരമായി രേഖപ്പെടുത്തുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. സാംസ്കാരിക സൗന്ദര്യം കൊണ്ട് സ്വന്തം മുദ്ര പതിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതിന്റെ മനോഹരമായ തെളിവായി ഈ പീകോക്ക് ഡിപ്ലോമസി മാറും. ദേശീയ പക്ഷിയായ മയിലിനെ ആഗോള നയതന്ത്രവേദിക്ക് കൈമാറുമ്പോൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് വലിയൊരു സന്ദേശമാണ്. അന്താരാഷ്ട്ര തർക്കങ്ങളും യുദ്ധങ്ങളും കാരണം ആഗോള സമാധാനം വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ജനീവയിലെ UN ആസ്ഥാനത്ത് ചിറകുവിടർത്തുന്ന ഇന്ത്യൻ മയിലുകൾ സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ്. ജനീവയിലെ UN ഉദ്യാനത്തിൽ മയിലുകളെ വളർത്തുന്നതിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമാണുള്ളത്. അവിടെ ഇന്ത്യയുടെ ദേശീയ പക്ഷി സ്വന്തം സ്ഥാനമുറപ്പിക്കുന്നത് ആഗോളതലത്തിലെ ഇന്ത്യൻ പ്രഭാവത്തിന്റെ അടയാളമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക നിറങ്ങളായ നീലയും വെള്ളയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ 5 മയിലുകളെ തെരഞ്ഞെടുത്തത്. 4 നീല മയിലുകളും 1 വെള്ള മയിലും. UN മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ ആദരവും പങ്കാളിത്തവുമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഇന്ത്യ UNOGക്ക് മയിലുകളെ സമ്മാനിക്കുന്നത് ഇതാദ്യമല്ല. 1981 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഡൽഹി മൃഗശാലയിൽ നിന്ന് ഒരു ജോഡി മയിലുകളെ നൽകിയിരുന്നു. കൃപയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായ ഇന്ത്യൻ മയിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തിലും പരിസ്ഥിതി പരിപാലനത്തിലുമുള്ള ഇന്ത്യയുടെ നിരന്തരമായ പ്രതിബദ്ധതയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഇന്ത്യൻ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി അരിയാന പാർക്കിന്റെ ഭാഗമാണ് മയിലുകൾ. സ്വിസ് പുരാവസ്തു ഗവേഷകനും ആർട്ട് കളക്ടറുമായ ഗുസ്താവ് റെവിലിയോഡ് UN കോംപ്ലക്സ് ഇപ്പോൾ നിലനിൽക്കുന്ന എസ്റ്റേറ്റ് 1890 ജനീവ നഗരത്തിന് കൈമാറിയതോടെയാണ് ഈ പാരമ്പര്യത്തിന് തുടക്കമായത്. ജനീവയിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായ പാർക്കുകളിലൊന്നാണ് 46 ഹെക്ടർ വിസ്തൃതിയുള്ള അരിയാന പാർക്ക്. അരിയാന പാർക്കിൽ സ്വതന്ത്രമായി വിഹരിക്കുന്നതിന് മുമ്പ് മയിലുകൾ ആദ്യത്തെ 3 മാസം ഒരു പ്രത്യേക പാർപ്പിടത്തിലായിരിക്കും കഴിയുക. ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ചയുള്ളപ്പോഴും ഈ മയിലുകൾക്കായി പ്രത്യേക ചൂടുള്ള അഭയകേന്ദ്രങ്ങൾ UN കോമ്പൗണ്ടിൽ ഒരുക്കാറുണ്ട്. ആഗോള രാഷ്ട്രീയത്തിൽ സൈനിക അല്ലെങ്കിൽ സാമ്പത്തിക ശക്തി പ്രകടനങ്ങൾക്കപ്പുറം സംസ്കാരം, പാരമ്പര്യം, പരിസ്ഥിതി സ്നേഹം എന്നിവയിലൂടെ സ്വാധീനം ചെലുത്തുന്ന സോഫ്റ്റ് പവർ എന്ന രീതിയാണ് മയിലുകളെ സമ്മാനിച്ചതിലൂടെ ഇന്ത്യ സ്വീകരിച്ചത്.